സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. കർണാടകയുടെ തീരദേശ ജില്ലകൾ വീണ്ടും ഒരിക്കൽ കൂടി ചോരയിൽ കുതിരുകയാണ്. കഴിഞ്ഞ വർഷം 48 വർഗീയ സംഘർഷങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മിക്കവാറും കേസുകളിൽ RSS പ്രവർത്തകരായിരുന്നു പ്രതികൾ. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സദാചാര പോലീസിംഗ് കാരണവും. ഹിന്ദുത്വ സംഘടനകളാണ് മിക്കവാറും ഇതിൻ്റെ നേതൃത്വത്തിൽ. കുപ്രസിദ്ധി ആർജിച്ച ശ്രീരാമസേനയാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ലവ് ജിഹാദ് ആണെന്ന പേരിലാണ് മിക്കവാറും അതിക്രമങ്ങൾ. ഇത്തരം കേസുകൾ കണ്ടെത്തുന്നതിനും നേരിടുന്നതിനും എന്ന പേരിൽ ഹെൽപ്പ് ലൈനും തുടങ്ങിയിട്ടുണ്ട് സേന. ആണും പെണ്ണും എവിടെ നിന്നെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ദൂരദർശിനിയുമായിട്ടാണ് ഇവരുടെ സഞ്ചാരം. പലപ്പോഴും ഇത് വർഗീയമായ സംഘർഷങ്ങളിലേക്ക് അതിവേഗം വഴിമാറുകയും ചെയ്യും. കഴിഞ്ഞ വർഷം പുത്തൂരിലുണ്ടായ ഒരു സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ആക്രമിക്കപ്പെട്ടതായി വാർത്തയുണ്ടായിരുന്നു. ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഇരു മതവിഭാഗക്കാരാണ് എന്ന് വന്നതോടെ പ്രശ്നങ്ങൾക്ക് വർഗീയതയുടെ നിറം വന്നു. പോലീസ് അന്വേഷണം പക്ഷേ സംഭവത്തിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്നു. പെൺകുട്ടിയുടെ വാദഗതികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു CCTV ഫുട്ടേജ് അടക്കമുള്ള തെളിവുകൾ. ഏത് തരത്തിലാണ് വർഗീയത പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവായി ഇത്തരം കള്ളക്കഥകൾ മാറി. വിദ്വേഷ പ്രസംഗങ്ങൾ ഇത്തരം സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്നത് ഈയിടെയായി ഈ പ്രദേശങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും PUCL തയ്യാറാക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അവിടെയും താരം ഹിന്ദുത്വർ തന്നെ. ഈ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും സഭയിലെ പ്രതിപക്ഷ ചീഫ് വിപ്പുമായ N. രവികുമാർ വംശീയമായ ഒരു പരാമർശത്തിന്റെ പേരിൽ കേസിൽ അകപ്പെട്ടത്. കലബുർഗിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഫൗസിയ തരനത്തിനെതിരായിരുന്നു ഇദ്ദേഹത്തിന്റെ അപരമത വിരോധത്തിലൂന്നിയ കമന്റ്. ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് IAS കമ്മീഷണർ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇന്ത്യയിൽ നിന്നാണോ എന്ന് സംശയമുണ്ടെന്ന് രവികുമാർ പരിഹാസമുതിർത്തത്. അവരുടെ മതവിശ്വാസം കാരണം അവർക്ക് ഭരണഘടനയോട് കൂറു പുലർത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താഴ്ന്ന ജാതിക്കാരായ മറ്റു 3 പോലീസുകാർക്കെതിരെയും അദ്ദേഹം വിദ്വേഷപൂർവ്വം സംസാരിക്കുകയുണ്ടായി. അവർക്കൊന്നും കാര്യക്ഷമതയില്ല എന്നായിരുന്നു ആരോപണം. പിന്നീട് തന്റെ വാക്കുകൾക്ക് അദ്ദേഹം മാപ്പ് ചോദിക്കുകയുണ്ടായി. അതേസമയം കോൺഗ്രസ് പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയുടെ അഭിപ്രായം. വ്യാപകമായ തോതിൽ ഘർവാപ്പസിയും ഈ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. 20 വർഷം മുമ്പ് ക്രിസ്തുമതത്തിലേക്ക് മാറിയ കുടുംബത്തെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കാഴ്ചയും പുത്തൂരിൽ കാണുകയുണ്ടായി. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളുമായിരുന്നു പരിപാടിയുടെ സംഘാടകർ. ദക്ഷിണ കന്നഡയും ഉടുപ്പിയും ശിവമോഗയും ഉൾപ്പെടുന്ന കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്നാണ് കൊലപാതകങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 26-നാണ് പള്ളി കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ദക്ഷിണ കന്നഡയിൽ കൊല്ലപ്പെടുന്നത്. പകൽ വെളിച്ചത്തിലായിരുന്നു കൊലപാതകം. സുന്നി പ്രവർത്തകനായ അബ്ദുൾ റഹീമാണ് കൊല്ലപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കലന്തർ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നേരത്തെ നടന്ന സുഹാസ് ഷെട്ടിയുടെ കൊലയ്ക്ക് പ്രതികാരമായാണ് ഈ കൊല എന്നായിരുന്നു സംസ്ഥാന മന്ത്രി ദിനേശ് ഗുണ്ടുറാവിന്റെ പ്രസ്താവന. റഹീമിനെയും കലന്തറിനെയും പരിചയമുള്ള ദീപക്, സുമിത്ത് എന്നിവരടക്കം 15 പേരെയാണ് പോലീസ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022 സൂറത്ത് കല്ലിലെ മുഹമ്മദ് ഫാസിൽ കൊലപാതക കേസിലെ പ്രതിയായിരുന്ന കൊടും കുറ്റവാളി സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന്റെ വാർത്തകൾ മായുന്നതിന് മുമ്പായിരുന്നു റഹീമിന്റെ കൊല. ഫാസിലിന്റെ സഹോദരൻ ആദിലിന്റെ നേതൃത്വത്തിലായിരുന്നു സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് ആരോപണവും ഉണ്ടായിരുന്നു. സുഹാസ് ഷെട്ടിയുടെ കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലുള്ള നൌഷാദ് മംഗളൂരു സെൻട്രൽ ജയിലിൽ വെച്ച് നേരത്തെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തെ കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷെട്ടിയുടെ കൊലപാതകത്തിന് മുമ്പ് മംഗളൂരുവിൽ മുഹമ്മദ് അഷ്റഫ് എന്ന മലയാളിയായ ചെറുപ്പക്കാരൻ ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമായും കൊല ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 വർഷമായി പ്രദേശത്ത് കൊലപാതകങ്ങൾക്ക് ഒരു അയവ് വന്നിരുന്നു എന്നാണ് കർണാടക പോലീസിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ R. ഹിതേന്ദ്ര പറയുന്നത്. 2022-ലായിരുന്നു 18-കാരനായ മസൂദിന്റെയും പ്രവീൺ നൊട്ടരുവിന്റെയും പിന്നീട് ഫാസിലിന്റെയും കൊലപാതകം. റഹീമിന്റെ കൊലപാതകത്തിന് ശേഷം ശവശരീരങ്ങൾ കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന BJP നിലപാടിനെതിരെ കർണാടകയിലെ ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതേസമയം സുഹാസ് ഷെട്ടിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് ബന്ദിന് ആഹ്വാനം നൽകിയ VHP നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി അന്ന് തന്നെ ജാമ്യം നൽകി വിട്ടയക്കുകയുണ്ടായി. ദക്ഷിണ കന്നഡയിലെ കോൺഗ്രസിൽ നിന്നും മുസ്ലിം നേതാക്കൾ കൂട്ടമായി രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MS മുഹമ്മദും ദക്ഷിണ കന്നഡ ന്യൂനപക്ഷ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ ഹമീദും അടക്കമുള്ള 200-ലധികം നേതാക്കളാണ്
രാജിവെച്ചിരിക്കുന്നത്. ദക്ഷിണ കന്നഡ ബണ്ട്വാളിലെ ഇംതിയാസ് എന്ന അബ്ദുറഹീം കൊല്ലപ്പെട്ട കേസിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ രാജി. ആരും രേഖാമൂലം രാജി സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ കോൺഗ്രസിലേക്കില്ല എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാദേശിക നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പ്രദേശത്തെ പോലീസ് തലപ്പത്തുള്ളവരെ മാറ്റി പുതിയ ആളുകളെ നിയമിച്ച് മുഖരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ കോൺഗ്രസ് സർക്കാർ. ഇതിന്റെ ഭാഗമായി മംഗളൂരു പോലീസ് കമ്മീഷണറെയും ദക്ഷിണ കന്നഡ SP-യെയും ഉടുപ്പി SP-യെയും മാറ്റി നിയമിച്ചിട്ടുണ്ട്. അതേസമയം ദക്ഷിണ കന്നഡയിൽ വളർന്നു വരുന്ന അക്രമ സംഭവങ്ങൾ നേരിടാൻ ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നക്സൽ വിരുദ്ധ സേനാംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ വർഗീയ വിരുദ്ധ സേനയ്ക്ക് രൂപം നൽകാൻ പോകുന്നത്. ഉടുപ്പി, ശിവമോഗ, മംഗളൂരു ജില്ലകളിലാണ് ഈ സേന പ്രധാനമായും പ്രവർത്തിക്കുക. BJPയുടെ ന്യൂനപക്ഷ മോർച്ച പുതിയ പരിപാടിയുമായി രംഗത്തെത്തുന്നു. വിദ്യാസമ്പന്നരായ മുസ്ലിം പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് പുതിയ പദ്ധതി. മോദി സർക്കാരിന്റെ 11 വർഷങ്ങളുടെ ആഘോഷം, ആയുഷ്മാൻ ഭാരത്, ഹെൽത്ത് കാർഡ് അടക്കമുള്ള നയത്തിന്റെ ആഘോഷം എന്നിവയൊക്കെ ഈ സൈനിക ബോധവൽക്കരണത്തിനൊപ്പം നടക്കും. മുസ്ലിങ്ങൾക്കിടയിൽ ഭരണഘടനയുടെ കോപ്പി വിതരണം ചെയ്യാനുള്ള പ്ലാനും മോർച്ചയ്ക്കുണ്ട്. ഖുറാനും ഭരണഘടനയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് പുരോഗതി സാധ്യമാവൂ എന്ന ബോധ്യപ്പെടുത്തലാണത്രേ ഈ പരിപാടിയുടെ ലക്ഷ്യം. പറയുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദീഖി. സൈന്യത്തിലും അഗ്നിവീറിലും NCCയിലും ഒക്കെ പങ്കെടുക്കാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് പരിശീലനം നൽകാനും BJPക്ക് കാര്യപരിപാടി ഉണ്ടത്രേ. BJPയുടെ ഒരു നേതാവ് സോഫിയ ഖുറൈശിയെ വിമർശിച്ചതിന് കേസുമായി നടക്കുമ്പോൾ വേറെ നേതാക്കൾ സോഫിയയുടെ പേരിൽ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാനുള്ള പ്രത്യേക പാക്കേജുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ സ്കൂളുകൾ വിട്ട് കുട്ടികൾ സ്വകാര്യ സ്കൂളുകൾ തിരഞ്ഞു പോകുന്ന പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നിർദ്ദേശം. വൻതോതിൽ കേന്ദ്ര ഫണ്ടും മറ്റും നൽകിയിട്ടും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കുട്ടികൾ സർക്കാർ സ്കൂളുകൾ വിട്ടു പോകുന്നത്. ഉത്തരാഖണ്ഡിൽ 72% സ്കൂളുകളും സർക്കാർ മേഖലയിലാണ് ഉള്ളത്. എന്നിട്ടും അവിടെ ചേരുന്ന കുട്ടികൾ വെറും 36% മാത്രമാണത്രേ. 64% സർക്കാർ സ്കൂളുകളുള്ള തമിഴ്നാട്ടിൽ അവിടെ ചേരുന്ന കുട്ടികളുടെ ശതമാനം വെറും 37 മാത്രം. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.